നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംഘി ചാപ്പ കുത്താൻ വേണ്ടിയിട്ട് CPM വളരെ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിച്ചപ്പോൾ കേൽക്കറിനെ ഇലക്ഷൻ കമ്മീഷനിൽ CEO ആയി വർക്ക് ചെയ്തിരുന്ന കേൽക്കറിനെ നിയമിച്ചപ്പോൾ കേൽക്കറിനെ നിയമിച്ചിരിക്കുന്നു, ഇതൊരു സംഘി പരിപാടിയാണ്, BJPയുടെ ആളാണ്. അത് കഴിഞ്ഞ് പിന്നെ നിരവധി പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ അതെല്ലാം സംഖ്യയായി. ഇപ്പോൾ വന്ദേമാതരം ആലപിച്ചു, സംഖ്യയായി. എന്താണ്, ഗവർണർ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിച്ചു, സംഖ്യയായി. ഇപ്പോൾ അവസാനം വഖഫ് നിയമത്തിൻ്റെ കാര്യത്തിൽ സംഖ്യയായി, PM ശ്രീയുടെ കാര്യത്തിൽ സംഖ്യയായി. ഇങ്ങനെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കണം. സത്യത്തിൽ എന്താണ് ഇത് എന്ന് ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ CPMൻ്റെ വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ വി.ഡി. സതീശനെ പോലെ ഇതേപോലെ നുണേശൻ എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തിയതാണ്. അപ്പം അന്ന് സതീശനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തി പറഞ്ഞ ആളാണ്. വി.ഡി. സതീശൻ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ആഭ്യന്തരം ഉണ്ടാവും, മുസ്ലിങ്ങൾ കേരളം ഭരിക്കും, ലീഗ് കേരളം ഭരിക്കും, ഇദ്ദേഹം ലീഗിൻ്റെ അടിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ആ തരത്തിലുള്ള ഒരു പ്രചരണം, ഒരു ഇസ്ലാമോഫോബിക് പ്രചരണം കൊണ്ട് 2021 തെരഞ്ഞെടുപ്പിൽ CPMനും LDFനും നേട്ടം ഉണ്ടായിട്ടുണ്ട്. അതേ തന്ത്രം വെള്ളാപ്പള്ളിയെ കൂടി ഉപയോഗിച്ച് നടത്തിയതായിരുന്നു തെരഞ്ഞെടുപ്പ് വരെ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേരെ പ്ലേറ്റ് മറിച്ചിട്ട് ഇപ്പം മൊത്തം ഒരു സംഘി പ്രചരണം. ഇപ്പോൾ കേൽക്കർ അദ്ദേഹം കേരളത്തിൽ നേരത്തെ സജീവമായി പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ തന്നെ വിവിധ വകുപ്പുകളിൽ സജീവമായി പ്രവർത്തിച്ചിട്ട് IT അടക്കമുള്ള വകുപ്പുകളിൽ പ്രവർത്തിച്ചിരുന്ന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ധനകാര്യത്തിൽ താല്പര്യമുള്ളൊരു പ്രാവീണ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ CEO സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തിന് മാറുന്ന സ്ഥിതി വന്നപ്പോൾ കേരള കേഡറിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഉടനെ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണം. ഇപ്പോൾ പ്ലീഡർമാരെ നിയമിക്കുന്നത് പലതരത്തിലുള്ള ആൾക്കാർ പ്ലീഡർമാരുടെ തരത്തിലേക്ക് വരും. ഇപ്പോൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, ABVP ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ ആരാണ് അത്? സത്യത്തിൽ സതീശൻ പറഞ്ഞു, അത് ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്നാണ്, പല ആൾക്കാരും പരിശോധിച്ചിട്ടാണ് കൊടുത്തത്. അതും അതോടുകൂടി അവസാനിച്ചു. ഇപ്പം അതുപോലെ യൂണിവേഴ്സിറ്റികളിലുള്ള നിയമനം വരുന്നത്, അത് ഈ സംഘി ഗവർണർമാർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലഘട്ടത്തിൽ ഈ തുടർന്നു വരുന്നൊരു കാര്യമാണ്. ഇതിനെ നേരിടാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ അതേ സമയത്ത് ഇത് ഇന്നുണ്ടായ ഒരു കാര്യമല്ല. എന്നിട്ടും അതിൻ്റെ പേരിലും ഇതേപോലെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ PM ശ്രീയുടെ കാര്യം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിട്ടത് പിണറായി വിജയനാണ്. PM ശ്രീ ഒപ്പിട്ട് അത് എന്താണ്, അതിൽ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെൻറ് വന്നാൽ തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ്, അതായത് പിണറായി വിജയൻ തന്നെ വീണ്ടും വരുമെന്നാണല്ലോ സത്യത്തിൽ ഈ എല്ലാവരും വിചാരിച്ചിരുന്നത്. അത് പിണറായി വിജയനും അതാണല്ലോ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അത് ചെയ്തു. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വഖഫിൻ്റെ കാര്യത്തിൽ BJP ഉണ്ടാക്കിയ 2025 ഉമ്മീദ് ആക്ട്, ആ ഉമ്മീദ് ആക്ടിന് പ്രകാരമാണ് ഈ പുതിയ വഖഫ് ബോർഡിനെ, ഇപ്പോൾ ഹംസ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡിനെ പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്നത്. അതേ വകുപ്പിൽ 2 പേരെ നിയമിച്ചില്ല, അത് പിന്നീട് നിയമിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഈ നിയമം ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു, വഖഫിൽ നിയമം നടപ്പാക്കി കഴിഞ്ഞു. അപ്പം അതിൻ്റെ പേരിലുമൊക്കെ വ്യാപകമായ പ്രചരണം CPM നടത്തുന്നു. സത്യത്തിൽ അതിലേറ്റവും അവസാനം ഏറ്റവും കളയേണ്ടതാണ് RSSുമായിട്ട് കേരളത്തിൽ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ DGP സ്ഥാനത്തേക്ക് വരുന്നത് വി.ഡി. സതീശൻ തടഞ്ഞിരിക്കുന്നു എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അജിത് കുമാറിൻ്റെ പേരിൽ RSS ബന്ധം, RSS നേതാക്കന്മാരെ കാണുകയും BJPക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി കൊടുക്കുകയും ചെയ്തു എന്ന് CPI നേതാക്കന്മാരാണ് ആക്ഷേപം ഉന്നയിച്ചത്. ആ അജിത് കുമാറിനെതിരെ, അതുപോലെ തന്നെ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, വരവിൽ കവിഞ്ഞ സമ്പത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടായിട്ടും പിണറായി വിജയൻ സംരക്ഷിച്ചു പോന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ സംരക്ഷിച്ചു പോകുന്ന ഉദ്യോഗസ്ഥനെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് RSSന് വേണ്ടി പ്രിയപ്പെട്ട ഈ ഉദ്യോഗസ്ഥനെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കൃത്യമായ അന്വേഷണം നടത്തി എല്ലാ തെളിവുകളും ശേഖരിച്ച് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വെച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സസ്പെൻഷൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഓഗസ്റ്റ് 31 കൂടി DGP ആകാനുള്ള അവസരം ഇല്ലാതായിരിക്കുന്നു.
അപ്പോൾ ആ തരത്തിൽ ഒരു RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേരളത്തിൻ്റെ DGP സ്ഥാനത്തേക്ക് വരുന്നതിനെ തടയുക എന്ന വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല, ഒരു ഉത്തരവാദിത്വം, ഒരു കാര്യം VD സതീശൻ ഗവൺമെൻറ്, രമേശ് ചെന്നിത്തല, കേരളത്തിലെ UDF ഗവൺമെൻറ് ചെയ്തിരിക്കുന്നു എന്നതാണ്. ഈ വെറുതെ സംഖ്യ ആരോപണം നടത്തുന്ന ആൾക്കാർ കാതലായ ഈ വിഷയത്തിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.